ആരൊക്കെയോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ഒന്നും ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഒന്നും പോരാ, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ എന്താ പറയാനുള്ളത്, അമ്മാതിരി ഒരു ഇടിവെട്ട് എപ്പിസോഡായിരുന്നു ഇത്. ഒന്നും പറയാനില്ല. റൂക്ക് റെസ്റ്റ് എന്നുള്ള ആ ഒരു യുദ്ധത്തിന് ഇതിൽ കൂടുതൽ ഇനി നന്നായിട്ട് കാണിക്കാനും പറ്റില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. അതായത് ഇപ്പൊ ഗെയിം ഓഫ് ത്രോൺസിന്റെ ആദ്യത്തെ സീസൺ മാത്രം കണ്ടു നിർത്തിയ ഒരാൾക്ക് ഒരു ഇമ്പാക്റ്റും തോന്നില്ല. സെക്കൻഡ് സീസണൊക്കെ തൊട്ടിട്ടാണ് ആ ഒരു സംഭവം വന്നത്. അപ്പൊ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ഡെയ്മന്റെ ഓരോ വിഷൻസ് ആണ്. ഈ ഡെയ്മൻ ഒരു നോർമൽ ചങ്ങായി ആയിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഹാരൻ ഹാളിൽ എത്തിയപ്പോൾ തൊട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഓരോ ഹാലുസിനേഷൻസും വിഷൻസ് ഒക്കെയാണ് ഇപ്പൊ മൂപ്പർക്ക്. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഒരു വിഷൻ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെനീറിന്റെ ചെറുപ്പകാലത്ത് അയൺ ത്രോണിൽ ഇരിക്കുന്ന ആ ഒരു സീനാണ്. എന്നിട്ട് ഇവർ ഓരോന്നൊക്കെ പറഞ്ഞ അവസാനം റെനീറിന്റെ തല വെട്ടിക്കളിയാണ് ഡെയ്മൻ. ഇങ്ങനത്തെ ഒരു ഡാർക്ക് വിഷൻസ് ആണ് കാണുന്നത്. എന്നിട്ട് ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീക്കുമ്പോഴും കയ്യിൽ ബ്ലഡ് ഉണ്ടാവും. അതും ഒരു വിഷനാണ്. അപ്പൊ റിയാലിറ്റിയിലും ഒരു വിഷൻ ഉണ്ട്. ശരിക്കും കയ്യിൽ ബ്ലഡ് ഇല്ല, എന്നാൽ കയ്യിൽ ബ്ലഡ് ഉള്ള പോലെ തോന്നുകയും ചെയ്യും. മൊത്തത്തിൽ കുഴപ്പമാണ് ഇവിടെ. എന്നിട്ട് നേരെ കാണാൻ പോകുന്നത് പുതിയൊരാളിനെയാണ്. ടള്ളി ഹൗസ് നിന്ന് ഓസ്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ ടള്ളിയിലെ ആൾക്കാർ റെനീറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇതൊരു ചെറിയ പയ്യനാണ്. അപ്പൊ ഇവനോട് ചോദിക്കും, നിനക്ക് ആർമിനെ കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ ഓസ്കർ ടള്ളിന്റെ മുത്തശ്ശൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അയാൾക്ക് വയസ്സായി അസുഖമൊക്കെ ബാധിച്ച് കിടക്കുകയാണ്. അപ്പൊ ഡെയ്മൻ ഒറ്റയടിക്ക് പറയും, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മുത്തശ്ശനെ കൊന്നിട്ട് വാ, അപ്പോൾ ഈ ഭരണമൊക്കെ നിനക്ക് കിട്ടുമല്ലോ. അപ്പൊ നിന്റെ പട്ടാളക്കാർ നീ പറയുന്നത് കേൾക്കും. അങ്ങനെ നീ പോയി നിന്റെ മുത്തശ്ശനെ കൊന്ന് പട്ടാളത്തിനെ എടുത്തിട്ട് വാന്ന് പറയും. ഇതൊക്കെ ഒരു ചെറിയ പയ്യനോടാണ് പറയുന്നത്. അവനാകെ പേടിച്ചു പോവും. അപ്പൊ ഡെയ്മൻ ഒരു കാര്യം മനസ്സിലാവും, ഇവനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ ബ്ലാക്ക് വുഡ് ഉണ്ടല്ലോ, ബ്രാക്കൻസും ബ്ലാക്ക് വുഡും, ആ ബ്ലാക്ക് വുഡിലെ ആൾക്കാരാണല്ലോ റെനീറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ ബ്ലാക്ക് വുഡിലെ ആരെങ്കിലും കൊണ്ടുവരാൻ പറയും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്സിന് നിലത്തിറങ്ങി യുദ്ധം ചെയ്യാൻ അധികം ആരുമില്ല. ഫുള്ള് ഡ്രാഗൺസ് ആണ് ഉള്ളത്. അപ്പൊ പുതിയ പട്ടാളക്കാരനെ റിക്രൂട്ട് ചെയ്യാണ് ഡെയ്മൻ. ഈ ഹാരൻ ഹാളിലേക്ക് കോളും ആൾക്കാരും എത്തിക്കഴിഞ്ഞാൽ ഇവര് പെട്ടുപോകും. ഹാരൻ ഹാളിൽ സ്വന്തമായിട്ട് പട്ടാളക്കാരൊന്നും ഇല്ലതാനും. അങ്ങനെ ഒരു ടാസ്കിലാണ് ഇപ്പൊ ഡെയ്മൻ. അങ്ങനെ ആ ദിവസം രാത്രി ഡെയ്മൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് ഞെട്ടി എണീക്കുന്നു. എന്നിട്ട് ആ ശബ്ദത്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിസ് റിവേഴ്സ് ആണ്. ഞാൻ ലാസ്റ്റ് എപ്പിസോഡിലെ പറഞ്ഞു, ആലിസ് റിവേഴ്സ് കുറച്ച് ഡേഞ്ചർ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ബുക്കിലുണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ബുക്കിൽ അത്യാവശ്യം നല്ല റോൾ തന്നെയാണ്. അതേപോലെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ഒരു വിച്ചിനെ പോലെയാണ് ഈ ക്യാരക്ടർ. അതുപോലെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യുക. ഡെയ്മനോട് ചോദിക്കും, നീ നിന്റെ ഭാര്യയായിട്ട് അടിച്ച് പിരിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, നീ ഇവിടെ വന്നിട്ട് ഒരു മെസ്സേജ് പോലും നിന്റെ ഭാര്യയ്ക്ക് അയച്ചിട്ടില്ല, നിന്നെ എന്തോ ഒരു പ്രശ്നം അലട്ടുന്നില്ലേ, നീ ഒരു കാര്യം ചെയ്യ്, ഇത് കുടിക്കുന്നു പറഞ്ഞിട്ട് ഒരു പോഷൻ കൊടുക്കും. ഈ വിച്ചസ് ഒക്കെ ഉണ്ടാക്കുന്ന ഓരോ പോഷൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനം കുടിക്കാൻ കൊടുക്കും. ഡെയ്മൻ ആണെങ്കിൽ ഒന്നും നോക്കില്ല, എടുത്ത് അങ്ങോട്ട് കുടിക്കും. അത് കുടിച്ചതിന് ശേഷം ഡെയ്മൻ ഒരു ഓർമ്മയില്ല. ബോധം വരുന്നത് അടുത്ത ദിവസം വേറൊരു മീറ്റിംഗിന്റെ ഇടയിലാണ്. ബ്ലാക്ക് വുഡിലെ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വില്യം ബ്ലാക്ക് വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ വരും. ഇയാളെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് സീസൺ 1 റെനീറിന്റെ ഹാൻഡ് ആവാൻ വേണ്ടിയിട്ട് ഓഡീഷൻ പോലത്തെ ഒരു സംഭവത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഇയാള്. അന്ന് ചെറിയൊരു പയ്യനായിരുന്നു. അന്ന് തന്നെ ഇയാള് സീനാണ്. അപ്പൊ ഇയാളാണ് വന്നിരിക്കുന്നത്. ഇയാൾ പറയും, റെനീറിനെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഡ്രാഗന്റെ പ്രൊട്ടക്ഷൻ മാത്രം മതി, എത്ര പട്ടാളക്കാരനെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറയും. ഡെയ്മൻ ആണെങ്കിൽ ഈ മീറ്റിംഗിന്റെ ഇടയിൽ തന്നെ ബോധം വരുന്നുണ്ട്, പോകുന്നുണ്ട്, ഒരു രക്ഷയില്ല. മരിച്ചുപോയ ഭാര്യനെയൊക്കെ ഇടയ്ക്ക് കാണും. അപ്പൊ അവസാനം ഡെയ്മൻ ഒരാളിനെ കിട്ടി, ബ്ലാക്ക് വുഡ്സിനെ കിട്ടി. അവരുടെ പട്ടാളം ഇപ്പൊ ഡെയ്മന്റെ കൂടെ വന്ന് യുദ്ധം ചെയ്യാൻ റെഡിയാണ്. ആ കാര്യം നോട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ക്രിസ്റ്റൻ കോളിന്റെ അടുത്തേക്കാണ്. ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ. അപ്പൊ ഇപ്പൊ ക്രിസ്റ്റൻ കോളിന്റെ കൂടെ അത്യാവശ്യം നല്ലൊരു ആർമി തന്നെ ഉണ്ട്. ഈ ടർഗേരിയൻസിന്റെ ഒഫീഷ്യൽ ആർമിയും ഈ രാജാവിന്റെ ആർമിയും എല്ലാം ഇപ്പൊ കോളിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഡെസ്കിൻഡേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുദ്ധത്തില് റോസ്ബെറി സ്റ്റോക്ക് വർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാസിലുകളിലൊക്കെ കോള് പിടിച്ചോണ്ടേ ഇരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് റെനീറിന്റെ ഒരു സപ്പോർട്ടർ ആയിട്ടുള്ള ഡാർക്ക്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ തല വെട്ടി കൊല്ലുന്നുണ്ട് കോള്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് കോളിന് ഒരു പുതിയ പേര് കിട്ടുന്നത്. ദ കിങ് മേക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേര് കിട്ടുന്നു. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ കോള് അദ്ദേഹം പോയ മിഷനിൽ സക്സസ്ഫുൾ ആണ്. ഇയാളുടെ സ്വഭാവം ഒന്നും ശരിയല്ലെങ്കിലും യുദ്ധത്തിന്റെ കാര്യത്തിൽ ആള് പുലിയാണ്. അപ്പൊ ഇനി നമുക്ക് നേരെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് തന്നെ വരാം. ഇവിടെ വെച്ച് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം സംഭവിക്കുന്നത്, ആലിസന്റ് പ്രഗ്നന്റ് ആണ്. ഇവിടെ മിക്കവാറും ക്രിസ്റ്റൻ കോളിന്റെ കുട്ടിയായിരിക്കണം. ഫസ്റ്റ് സീസണിൽ ഇതേപോലെ പ്രഗ്നന്റ് ആയിരുന്നപ്പോ മേസ്റ്ററിന്റെ കയ്യിൽ നിന്ന് ഒരു ടീ കുടിക്കുന്നുണ്ട്. ആ
അബോർഷൻ ചെയ്യാനുള്ള എന്തോ ഒരു മെഡിസിൻ ആണത്. ഇനി ഒരു കുട്ടി വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരിക്കണം ആലിസന്റ്. ഈ യുദ്ധത്തിന്റെയൊക്കെ ഇടയ്ക്ക് ഈ കുട്ടീനെ ഉണ്ടാക്കാനൊന്നും സമയമില്ല. ഇനി നമുക്ക് ദ ഗ്രീൻസിന്റെ സ്മോൾ കൗൺസിൽ മീറ്റിംഗിലേക്ക് പോവാം. ഫുൾ അടിയാണ് നടക്കുന്നത്. മെയിൻ ആയിട്ടുള്ള അടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോണും എയ്മണ്ടും തമ്മിലാണ്, ഏട്ടനും അനിയനും തമ്മിലാണ്. ഏഗോൺ ഇപ്പൊ എന്ത് വേണം, നേരെ ഹാരൻ ഹോളിലേക്ക് പോകണം. അവിടെ ഡെയ്മൺ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഡെയ്മനെ കാസിൽ പിടിച്ച കാര്യം എല്ലാവർക്കും അറിയാം. അത് ഇവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഹാരൻ ഹോളിലേക്ക് പെട്ടെന്ന് പോകണം, ക്രിസ്റ്റ്യൻ കോളിനെ വിവരം അറിയിക്കൂ എന്ന് പറയും. അപ്പോഴാണ് എയ്മണ്ട് വന്നിട്ട് ബ്ലോക്ക് ചെയ്യുക. ഇപ്പൊ ഹാരൻ ഹോളിലേക്ക് പോയിട്ട് കാര്യമില്ല, അത് മണ്ടത്തരമാണ്. ഇപ്പൊ പോകേണ്ടത് റൂക്സ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു കാസിലുണ്ട്. അത് ചെറിയ കാസിൽ ആയതുകൊണ്ട് തന്നെ ഈ ബ്ലാക്സിന്റെ ആൾക്കാർ വലിയ സെക്യൂരിറ്റി ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അത് പിടിച്ചെടുക്കാൻ പറ്റും. അത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ സ്റ്റോണിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. നേരിട്ട് ഡ്രാഗൺ സ്റ്റോണിൽ പോയി അറ്റാക്ക് ചെയ്യണമെങ്കിൽ റൂക്ക് റെസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് എയ്മണ്ട് പറയും. അതേപോലെ ക്രിസ്റ്റ്യൻ കോൾ ഇപ്പൊ പോയിരിക്കുന്നതും റൂക്ക് റെസ്റ്റിക്ക് ആണെന്നുള്ള കാര്യം കൂടെ പറയും. അപ്പൊ രാജാവ് ഏഗോൻ ചോദിക്കും, ഇതൊക്കെ നീ എങ്ങനെയാ തീരുമാനം എടുക്കുന്നത്, നിനക്ക് എങ്ങനെ അറിയുന്നത് ചോദിക്കും. അപ്പൊ കോള് ഞാനുമായിട്ട് എപ്പോഴും സംസാരിക്കുന്നുണ്ട്, അങ്ങനെയാണ് അറിഞ്ഞതെന്ന് പറയും. അതുകൂടെ കേട്ടപ്പോ ഏഗോന്റെ കിളി പോവും. ഒരാളും എന്റെ അടുത്ത് ചോദിച്ചിട്ടോ ഒന്നുമല്ല തീരുമാനം എടുക്കുന്നത്, പിന്നെ ഞാൻ എന്തിനാണ് രാജാവായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഏഗോനെ കാണാൻ വേണ്ടിയിട്ട് അമ്മ ആലിസന്റ് വരും. ആലിസന്റ് വന്നിട്ട് ഉള്ള കാര്യം പറയും. നിന്നെ രാജാവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്കറിയോ? ഈ യുദ്ധം തന്നെ ഉണ്ടായത്, ഇത്ര പേര് മരിച്ചതെല്ലാം നീ രാജാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രാജാവിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട, ആൾക്കാർ എന്താ പറയുന്നൊക്കെ കേൾക്കുക. അല്ലാതെ നീ ഓരോ ആൾക്കാരെ ഭരിക്കാനും പിടിക്കാനും ഒന്നും പോണ്ട, മിണ്ടാതെ അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നാ മതി എന്ന് പറയും. അപ്പൊ ഇതോട് കേട്ടപ്പോ ഏഗോന്റെ കിളി പോവും. ഏഗോൺ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ പോയിട്ട് ഏഗോൺ ദ കോൺകറർ ഉണ്ടല്ലോ, മൂപ്പരുടെ ഒരു ഡ്രസ് ഉണ്ട്, ഒരു സ്യൂട്ട് ഓഫ് ആർമർ ഉണ്ട്, അതൊക്കെ എടുത്തിടും. എന്നിട്ട് ഏഗോന്റെ ഒരു ചെറിയൊരു ഡ്രാഗൺ ഉണ്ട്, സൺഫയർ എന്നാണ് പേര്, ആ സൺഫയറിനെ കാണാൻ പോവും. അപ്പൊ ഏഗോൺ ഇതൊക്കെ കണ്ട് മതിയായിട്ട് കിളി പോയിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ തന്റെ ഡ്രാഗൺ ആയിട്ടുള്ള സൺഫയറിനെ എടുത്തിട്ട് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ആരോടും പറയാതെയാണ് ഇത് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഡ്രാഗൺ സ്റ്റോണിൽ ബ്ലാക്ക് കൗൺസിൽ മീറ്റിംഗ് കൂടുകയാണ്. അവിടെയും അടി തന്നെയാണ്. അവിടുത്തെ ആൾക്കാർ പറയുന്നത് നമുക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് കുറവാണ്, അതായത് നിലത്തിറങ്ങി യുദ്ധം ചെയ്യാനുള്ള ആർമി കുറവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡ്രാഗൺസിനെ യൂസ് ചെയ്യണം, പെട്ടെന്ന് തന്നെ ഡ്രാഗനെ വിടണം എന്ന് പറയും. അപ്പൊ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നടക്കുമ്പോൾ റെനീർ അവിടെ ഇല്ല. റെനീർ നമുക്കറിയാം കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോയതാണ് ആലിസന്റിനെ കാണാൻ വേണ്ടിയിട്ട്, ആരും അറിയാതെ. അപ്പൊ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെനീർ അവിടേക്ക് വരികയാണ്. റെനീർ വന്നിട്ട് ഉള്ള കാര്യമൊക്കെ പറയും. ഞാൻ കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോയതാണ്, അവസാനമായിട്ട് യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഇത് അവസാനിപ്പിക്കാൻ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ്. ഒരു വഴിയില്ല, ഇനി യുദ്ധം തന്നെയാണ്, ഇനി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്, ഒന്നും നോക്കാനില്ല എന്ന് റെനീറയും പറയും. അത് കേട്ടപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് ഉഷാറാവും. ഞാൻ തന്നെ ഡ്രാഗൺ എടുത്തിട്ട് റൂക്സ് റെസ്റ്റിലേക്ക് പോവാം എന്ന് പറയും. അപ്പോൾ റെയ്നിസ് വരും. റെയ്നിസ് വന്നിട്ട് പറയും, റെനീറ പോവരുത്, റെനീറയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കോസ് തന്നെ ഇല്ലാതാവും, ഞാൻ പോവാം, എന്റെ ഡ്രാഗൺ ആയിട്ടുള്ള മെലീസിനെ എടുത്തിട്ട് ഞാൻ പോവാം എന്ന് റെയ്നിസ് പറയും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രാഗൺ ആണിത്. അപ്പൊ ആരും എതിരൊന്നും പറയില്ല, ഓക്കെ എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് റെനീർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ജെയ്സിനെ കാണാൻ വരും. ജെയ്സ് പാകെ പിണങ്ങിയിരിക്കുകയാണ്, ദേഷ്യം വന്നിട്ട്. അപ്പൊ റെനീർ വന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയും. വേറൊന്നുമല്ല, നമ്മുടെ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ ഉണ്ടല്ലോ, ആ പ്രൊഫസി ഉണ്ടല്ലോ, അത് പറയും. പണ്ട് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാണ്, ഏഗോൺ ദ കോൺകററിന് സ്വപ്നം ഉണ്ടായിരുന്നു, എന്റെ ബ്ലഡിൽ നിന്നുള്ള ഒരു രാജാവ് 7 റെയിൽസും ഭരിക്കും. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റെയിൽസിനും കൂടെ ഒന്നിപ്പിക്കും, യുണൈറ്റ് ചെയ്യിപ്പിക്കും ഒരു കോമൺ എനിമിക്കെതിരെ. ദ പ്രിൻസ് ഹൂ പ്രോമിസ് എന്നൊക്കെയുള്ള കാര്യമൊക്കെ ജെയ്സിന് പറഞ്ഞു കൊടുക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് എത്തുമ്പോഴേക്കും ഈ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിന്റെ കാര്യം എല്ലാവർക്കും അറിയില്ല. അത് ഇങ്ങനെ ഒരു കോമൺ നോളജ് ഒന്നുമല്ല, അത് ഒരു രാജാവ് അടുത്ത രാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഇതൊരു സീക്രട്ട് ആണ് ആക്ച്വലി. അപ്പൊ ആ സീക്രട്ട് റെനീറയ്ക്ക് അച്ഛൻ പറഞ്ഞു കൊടുത്തു, റെനീറ ഇപ്പൊ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയറിന്റെ കാര്യം ബാക്കി ഒരാൾക്കും അറിയില്ല. കാരണം ആലിസന്റിന് ഇത് ഓഫ് കോഴ്സ് അറിയില്ല. അത് അറിയാത്തതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം മൊത്തം നടന്നത്. ഗ്രീൻസിനാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ബ്ലാക്സിന് മാത്രമാണ് ഇത് അറിയുന്നത്. ഇപ്പൊ ബ്ലാക്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രൊഫസി തന്നെ ഇല്ലാതാവും. അതായത് പ്രൊഫസി ആർക്കും അറിയില്ല. പിന്നെ ആ കാര്യം നോട്ട് ചെയ്യുന്നത് ഇവിടെ. അങ്ങനെ നമ്മൾ ഇനി എല്ലാം കഴിഞ്ഞു, അവസാന യുദ്ധത്തിലേക്ക് പോവാണ്, റൂക്ക് റെസ്റ്റിലേക്ക് പോവാണ്. അപ്പൊ ക്രിസ്റ്റ്യൻ കോൾ വന്നിട്ട് യുദ്ധത്തിന്റെ അവിടെ വന്നിട്ട് പറയും, രാത്രി ഒന്നും യുദ്ധം വേണ്ട, രാവിലെ തന്നെ യുദ്ധം ചെയ്യാന്ന് പറയും. ഇവർ ആക്ച്വലി ഇങ്ങനെ പതുങ്ങിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. കാരണം ഡ്രാഗൺ വന്നു കഴിഞ്ഞാൽ അവർ പെടും. അപ്പൊ രാത്രിയും ഈ ഒളിഞ്ഞും പാത്തിട്ടൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ക്രിസ്റ്റ്യൻ കോൾ ഇങ്ങനെ പറയുമ്പോൾ ഗൊയിൻ ഉണ്ട് കൂടെ. അപ്പൊ ഗൊയിനൊക്കെ ഞെട്ടും, എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, രാവിലെ എന്തിനാണ് യുദ്ധത്തിന് പോകുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രിസ്റ്റ്യൻ കോളിന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ക്രിസ്റ്റ്യൻ കോളും
എയ്മണ്ടും കൂടി ഉണ്ടാക്കിയ ഒരു പ്ലാൻ ആണിത്. വൈകാതെ നമുക്ക് മനസ്സിലാവും. റൂക്സ് റെസ്റ്റിലെ രാജാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോർഡ് സ്റ്റോൺടൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പൊ മൂപ്പര് അത്യാവശ്യം നല്ല രീതിയിൽ ഇവരിനെ ചെറുത്ത് നിൽക്കുകയൊക്കെ ചെയ്യും. ക്രിസ്റ്റ്യൻ കോളുടെ ആർമി വരുമ്പോൾ ആരോസ് ഒക്കെ വിട്ടിട്ട് അവരെ കുറെ പേരെ കൊല്ലുകയൊക്കെ ചെയ്യും. പക്ഷെ അവർ ഒരുപാട് ആൾക്കാരുണ്ട്, 1500ഓളം പേരുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അത്ര പേരിനെ പിടിച്ചെടുത്താന്നൊന്നും സ്റ്റോൺമാനെ കൊണ്ട് പറ്റില്ല. അപ്പൊ അവരിങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റെയ്നിസ് വരും. മേലിസ് എന്നുള്ള ഡ്രാഗൺ വന്നതും ഇവരെല്ലാരും ഓടും, തീയൊക്കെ വിട്ട് ആൾക്കാരെയൊക്കെ കൊല്ലും. അപ്പൊ ക്രിസ്റ്റ്യൻ കോൾ ഒരു സിഗ്നൽ കൊടുക്കാൻ പറയും. ഒരു സിഗ്നൽ ആകാശത്തേക്ക് വിടും. ആ സിഗ്നൽ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്മണ്ടിനാണ്. എയ്മണ്ട് വേഗാരം കൊണ്ട് അപ്പുറത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊരു ട്രാപ്പ് ആയിരുന്നു. രാവിലെ യുദ്ധം വെച്ചത് തന്നെ ഇതിനാണ്. ഏതെങ്കിലും ഒരു ഡ്രാഗൺ വരുമെന്ന് ഇവർക്ക് അറിയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പ വേഗാറിനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കാനാണ് ഇവരുടെ പ്ലാന്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. മേലിസ് വന്ന് ഈ തീയൊക്കെ വിടുന്നതിന്റെ ഇടയ്ക്ക് വേറൊരു ഡ്രാഗൺ വരുന്നു. ആരാണ്? നമ്മുടെ രാജാവിനെയാണ്. സൺഫയറിനെ എടുത്തിട്ട് ഏഗോൺ ആണ് വരുന്നത്. ഏഗോൺ ഒരു യുദ്ധത്തിന് ഇതുവരെ പോയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ആലോചിക്കണം. അങ്ങനെയുള്ള ആളാണ് റെയ്നിസിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെച്ച് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ കാണുന്നത്, മെയിലിസും സൺഫയറും കൂടെ അറ്റാക്ക് ചെയ്യും. മെയിലിസ് സൺഫയറിന്റെ മേലെ വലിയൊരു മുറിവുണ്ടാക്കും. അപ്പൊ ഈ ഡ്രാഗന്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ബോയിലിംഗ് ഉള്ള ഹോട്ട്, അത്രയും ചൂടുള്ള ബ്ലഡ് ആണ്. അത് വന്ന് ആൾക്കാരുടെ മേലെ വീഴുമ്പോൾ ആൾക്കാരൊക്കെ ഉരുകി പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നമ്മളോട് വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ ഏഗോണിന് റെയ്നിസിന്റെ അടുത്തൊന്നും യുദ്ധം ചെയ്ത് പിടിച്ചേക്കാൻ പറ്റുന്നില്ല. ഏഗോണിനെ ഇപ്പൊ കൊല്ലും എന്നുള്ള അവസ്ഥയിലാണ് ആര് വരുന്നത്? എയ്മണ്ട് വരുന്നത് വേഗാറിനെയും കൊണ്ട്. വലിയ ഡ്രാഗൺ ആണ്. ആ സൈസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരൊക്കെ ഞെട്ടാണ് ഈ ഡ്രാഗനെ കണ്ടിട്ട്. സൈസ് കമ്പാരിസൺ ഒന്നും എടുക്കാൻ പോലും പറ്റില്ല ഇത് രണ്ടും തമ്മിൽ. വേഗർ വന്നിട്ട് ഒരൊറ്റ തീ അങ്ങോട്ട് വിടും. പക്ഷെ തീ ആരുടെ മേലെ കൊള്ളുന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഗോന്റെ മേലെ കൊള്ളും. ഇത് എയ്മണ്ട് വേണമെന്ന് വെച്ച് ചെയ്തതാണോ എന്ന് പറഞ്ഞിട്ടുള്ള സംശയം കൂടി ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഊക്കി വിട്ടതാണ് എയ്മണ്ടിനെ. ആ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ അവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതാണ്. അപ്പൊ ആ ഒരു ദേഷ്യം എയ്മണ്ടിന്റെ മനസ്സിലുണ്ട്. അത് കാരണം ചെയ്തതാണോ എന്നറിയില്ല. വേഗാറിന്റെ തീയില് ആകെ ഇല്ലാതായി പോകും സൺഫയർ. കറങ്ങി 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 നിലത്ത് വീഴും. അതിന്റെ കൂടെ രാജാവായിട്ടുള്ള ഏഗോണും വീഴും. പിന്നെ ഫൈറ്റ് റെയ്നിസും എയ്മണ്ടും തമ്മിലാണ്. ഈ വേഗർ ഇത്ര വലുതായതുകൊണ്ട് ഫ്ലെക്സിബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ബുക്കിൽ വെച്ചിട്ടൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബുക്കിൽ ഏട്ടനും അനിയനും കൂടെ ഒരുമിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് ഇവര് ടാഗ് ടീം പോലെ എയ്മണ്ടും ഏഗോണും കൂടിയിട്ടാണ് റെയ്നിസിനെ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. പിന്നീട് ഫൈറ്റ് 1-on-1 ആണ്. വേഗർ വേഴ്സസ് മെയിലിസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫൈറ്റ് ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒരു വിധം വേഗാറിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് റെയ്നിസ് ഇങ്ങനെ പോകുമ്പോൾ ഈ വേഗാറിന് ഒരു സ്കില്ലുള്ളത് സ്നീക്ക് അറ്റാക്ക് ആണ്. അടിയിലൂടെ വന്നിട്ട് ഒരൊറ്റ കടിയാണ്. ലുസീരസിനെ കൊന്നത് ഇതേപോലെ ആയിരുന്നു. അതേപോലെ റെയ്നിസിന്റെ ഡ്രാഗനെയും കടിച്ചു കൊല്ലും. മെയിലിസിന്റെ കഴുത്തിലാണ് കടിക്കുന്നത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പാവത്തിന്. അങ്ങനെ നിലത്തേക്ക് വീഴാണ് മെയിലിസും റെയ്നിസും കൂടെ. റെയ്നിസ് ഇവിടെ വെച്ച് മരിക്കുകയാണ്. ബ്ലാക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇത്. ലോർഡ് കോലിസിന്റെ ഭാര്യ കൂടിയാണ്. ഇനി എന്തൊക്കെ നടക്കുന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പൊ ഇവിടെ വെച്ച് വേറൊരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടത്, ഏഗോൺ മരിക്കുന്നില്ല. ഏഗോൺ ഇനി എന്ത് സംഭവിക്കും വെച്ച് കഴിഞ്ഞാൽ ടൂ ഫേസ് പോലത്തെ ആളാവും. അതായത് മുഖം പകുതി കരിഞ്ഞൊരു അവസ്ഥയിലായിരിക്കും. ഇനി കാര്യമായിട്ട് ഒന്നും ചെയ്യാനുമില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും ഫുൾ ടൈം. ഒരു വയ്യാത്തൊരു രാജാവായി മാറും. അതിനുശേഷം ഭരണമൊക്കെ ആലിസന്റും എയ്മണ്ടും കൂടെ നോക്കി നടത്തും എന്നൊക്കെയാണ് ബുക്കിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ആലിസന്റ് പ്രഗ്നന്റ് ആയതും ഡെയ്മന്റെ വിഷൻസും ഇപ്പൊ ഈ പറഞ്ഞ കാര്യമൊന്നും ബുക്കിൽ ഇല്ലാത്തതാണ്. ഇതൊക്കെ ഇവര് എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റമൊന്നും അറിയില്ല. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളും കിഡിലൻ എപ്പിസോഡുകളായിരിക്കും. ഈ റൂക്സ് റെസ്റ്റിന്റെ ആഫ്റ്റർ മാത്ത് ആയിരിക്കും ഇനിയുള്ള 4 എപ്പിസോഡുകൾ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. എല്ലാ വീഡിയോസിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എല്ലാവരും അതും കൂടി ചെക്ക് ചെയ്യണം. പിന്നെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ബൈ.